അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമേറിയ സ്മരണകൾ ആവർത്തിക്കുകയും അവദാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വസന്തത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇത്തരം ഒരു കാലയളവിൽ ഈ വേദിയിൽ എന്തുകൊണ്ടും പറയേണ്ടതും അറിയേണ്ടതും സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ലോകത്തെ എല്ലാ നിമിഷവും എല്ലാ സ്ഥലങ്ങളിലും അനുസ്മരിക്കപ്പെടുകയും നാമം ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്ന നേതാവാണ്. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന എല്ലാ നാട്ടിലും ഓരോ ദിവസവും 10 തവണ പള്ളി മിനാരങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിച്ചു പറയപ്പെടുന്നു. ഉദയാസ്തമന വ്യത്യാസങ്ങളെ പരിഗണിക്കുമ്പോൾ എല്ലാ സമയത്തും ഇവിടെ ഇശാഇന്റെ സമയം പല രാജ്യങ്ങളിലും ളുഹറിന്റെ സമയം ഇതേ സമയത്തു തന്നെ വേറെ ചില രാജ്യങ്ങളിൽ മഗ്രിബിന്റെ സമയം, അങ്ങനെ വ്യത്യസ്തതകളെ മുഴുവനും പരിഗണിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായ്പ്പോഴും അനുസ്മരിക്കപ്പെടുന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധം അഥവാ വിശ്വാസികൾക്കുള്ള ബന്ധം കേവലം ഒരു നേതാവിനോടുള്ള ബന്ധം അല്ല, ഒരു രാഷ്ട്രീയ സാരഥിയോടുള്ള ബന്ധമല്ല, ഒരു സാമൂഹിക പരിഷ്കർത്താവിനോടുള്ള ബന്ധമല്ല, ഒരു സാംസ്കാരിക നേതാവിനോടുള്ള ബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധം ഈമാനിന്റെയും ആദർശത്തിന്റെയും ഭാഗമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുമ്പോഴേ ഒരു വിശ്വാസി അവന്റെ വിശ്വാസ്യതയുടെ തലത്തിലേക്ക് കടക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും അവിടുത്തെയുടെ പ്രവാചകത്വത്തെ സാക്ഷീകരിക്കുകയും ചെയ്യുമ്പോഴേ ഒരാൾ ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിൽ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബന്ധം ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ആദർശത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആദർശത്തിന്റെ ഭാഗമായ ഈ ബന്ധം എങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം അംഗീകരിച്ചാൽ മാത്രം മതിയോ? സമ്മതിച്ചാൽ മാത്രം മതിയോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബന്ധം അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമേ സമ്പൂർണമാവുകയുള്ളൂ.
സ്നേഹം ആദർശത്തിന്റെ ഭാഗമായ മറ്റൊരു മതത്തെയും അല്ലെങ്കിൽ സ്നേഹത്തെ ഇത്രമാത്രം പരിഗണിക്കുന്ന മറ്റൊരു ആദർശത്തെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഗാന്ധിയന്മാരുണ്ട്. ഗാന്ധിയുടെ ചില സിദ്ധാന്തങ്ങളെ അവർ പ്രോജ്വലിപ്പിച്ച് കാണിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗാന്ധിയുടെ വ്യക്തിജീവിതം എന്റെയും വ്യക്തിജീവിതത്തിലേക്ക് പകർത്തണം എന്ന നിഷ്കർഷത, നിർബന്ധം അവർക്കാർക്കും ഇല്ലെന്നു മാത്രമല്ല, അങ്ങനെ സിദ്ധാന്തിക്കപ്പെടുകയോ പ്രയോഗവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മാർക്സിനെ അംഗീകരിക്കുന്നവർ വൈയക്തിക സ്വകാര്യ ജീവിതങ്ങളിൽ അദ്ദേഹത്തെ പോലെ ജീവിച്ചു കൊള്ളണം എന്ന കണിശതയില്ല. അതുപോലെ ആദരിക്കപ്പെടുന്ന ആചാര്യന്മാരും സ്വീകരിക്കപ്പെടുന്ന സാരഥികളും വരിഷ്ഠമായി പരിഗണിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുമെല്ലാം കേവലമായ ചുരുക്കം ചില തലങ്ങളിൽ മാത്രം സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വ്യക്തിജീവിതത്തിന്റെ സകല തലങ്ങളിലും അനുധാവനം ചെയ്യപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാവരെക്കാളും, ലോകത്ത് വരാനുള്ള എല്ലാവരെക്കാളും ഉത്കൃഷ്ടമായ വ്യക്തിത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തപ്പെടുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല, ചിന്തിക്കുകയും വിഷയങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ലോകോത്തരന്മാരായ എല്ലാവരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും വിമർശനത്തോടെ പഠനവിധേയമാക്കിയവർ വസ്തുതകളുടെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് തിരുനബി പഠനത്തിന്റെ മേഖലയിൽ നാം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ, നിരൂപണം നടത്താൻ നിരവധി ചരിത്രകാരന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢമാർന്ന വ്യക്തിപ്രഭാവത്തെയും ലോകത്ത് സമ്മതിച്ചതിന്റെ മഹനീയമായ രേഖകളെയും ഉദ്ധരിക്കാതിരുന്നിട്ടില്ല. അതിൽ ഒരാൾ ദ പ്രോഫറ്റ് ഓഫ് ദി ഈസ്റ്റ് എന്ന പുസ്തകത്തിൽ കാണാം, മുഹമ്മദ് വാസ് ദി സോൾ ഓഫ് കൈൻഡ്നസ് and his influence was felt and never forgotten. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനസികമായ വിപ്ലവത്തിന്റെയും ലോകത്തെ മുഴുവൻ ഏറ്റെടുത്ത മഹനീയമായ ഗുണഭാവങ്ങളുടെയും സമീക്ഷയെ അടയാളപ്പെടുത്താനാണ് ഈ വാചകം നാം വായിക്കേണ്ടത്. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ആലോചകന്മാരും പതിനായിരക്കണക്കിന് പരിശ്രേഷ്ഠന്മാരും ലോകോത്തരമായി വാഴ്ത്തപ്പെടുന്ന നിരവധി വ്യക്തിത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യങ്ങളെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് ഒരാളെ കൂടി ആമുഖമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അഥവാ ലോകത്തുള്ള എല്ലാ മഹാന്മാരെയും പഠിച്ചു വിലയിരുത്തി അദ്ദേഹത്തിന്റെ അന്വേഷണ പരിധിയിൽ ലഭിച്ചവരെ മുഴുവനും നിരൂപണ വിധേയമാക്കി. എന്നിട്ട് ഫ്രഞ്ച് ദാർശനികന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അവസാന വാചകമായി എഴുതുന്നത്, ഈ greatness of purpose, smallness of means and astounding result, ലളിതമായ മാർഗത്തിലൂടെ പ്രൗഢമായ ലക്ഷ്യത്തിലേക്ക് അവാച്യമായ വിജയം വരിക്കുക എന്നതാണ്
അല്ലെങ്കിൽ ലളിതമായ മാർഗത്തിലൂടെ ഉത്തമമായ ലക്ഷ്യത്തെ വിജയകരമായി സാധിച്ചെടുക്കുകയാണ് ഒരു വ്യക്തിയെ അളക്കാനുള്ള 3 മാനദണ്ഡങ്ങളെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ്: Are the 3 criteria of human genius? Who could dare to compare any great man in history with Muhammad sallallahu alaihi wasallam? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനം ചെയ്തുകൊണ്ട് പറയാൻ ലോകത്ത് ആരെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക? അപ്പോൾ ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് മാനവിക ലോകത്തെ മുഴുവനും വിളിച്ചുകൊണ്ടുവരികയും വിജയകരമായി അവിടുത്തെയുടെ വിപ്ലവം സാധൂകരിക്കുകയും ചെയ്ത പ്രവാചക പ്രവീണർ ഈ ലോകത്ത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നത് സ്നേഹാനുരാഗങ്ങളുടെയും പ്രണയ വായ്പകളുടെയും സ്നേഹ വികാരങ്ങളുടെയും വിശാലമായ ഒരു പ്രപഞ്ചത്തെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവങ്ങളുടെ വിഭിന്നമായ തലങ്ങളിലേക്കല്ല ഇപ്പൊ ഞാൻ കടക്കുന്നത്. ശാസ്ത്രീയമായും മാനവികമായും സാംസ്കാരികമായും സമകാലിക സമസ്യകളുടെ പരിഹാരമായുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വിസ്തൃതമായ ഒരു തലത്തിലേക്ക് കടക്കാതെ വിശ്വാസികൾ ഏറ്റവും മർമ്മപ്രധാനമായി കാണുന്ന ഒരു തലത്തെ മാത്രമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവിക കുലത്തിന്റെ ഹൃത്തടങ്ങളിലേക്ക് സ്ഥാപിച്ചു കൊടുത്തത് കേവലം ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന്റെയോ സാമൂഹിക നവോത്ഥാനത്തിന്റെയോ വിമോചനത്തിന്റെ കുഴലൂത്തുകളുടെയോ അത്തിവാരങ്ങൾ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിന് മുഴുവനും സമ്മാനിച്ചത്, മാനവികതയ്ക്ക് മുഴുവനും കൈമാറ്റം ചെയ്തത് അനുരാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഹൃദയ വായ്പകളുടെയും അവാച്യമായ അനുഭൂതികളുടെ അനന്തമായ അലമാലകളെയാണ് മാനവിക ലോകത്തിന്റെ ഹൃത്തടങ്ങളിലേക്ക് ലോകൈക ഗുരുവായ ആഖായ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർത്തി തന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അനുരാഗ പുരസ്സരം കാണുന്നത് ആരാണ് എന്ന് ചോദിച്ചേക്കാം. അതിന് എന്റെ അന്വേഷണത്തിലെ കൊച്ചു മറുപടി മഹാന്മാരായ ആളുകൾ ആലേഖനം ചെയ്തു വെച്ച മറുപടി. അതിലൂടെ നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ആദരണീയമായ വരികൾ: അഖില്ലായ മയ്യുഹ്സി മദീഹ മുഹമ്മദി ഫഫീ മദ്ഹിഹി കുതുബൻ മിനല്ലാഹി തുഖറഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയും പ്രേമിക്കുകയും അവിടുത്തെയോടുള്ള അനുരാഗത്തിന്റെ ആത്മശീലുകളെ അടയാളപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും ഉന്നതമായ തലത്തെ കൈകാര്യം ചെയ്തത് ആരാണ്? അതിനുള്ള മറുപടിയാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനവിക ലോകത്തിന് സമ്മാനിച്ച പ്രപഞ്ചാധികാരിയായ അല്ലാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത്, സ്നേഹിക്കുന്നത് അതെവിടെയാണ് കാണാൻ കഴിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധാനത്തിൽ അവിടുത്തെയുടെ മഹത്വങ്ങളെ വിളിച്ചോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: ലൗ കുന്തു മുത്തഖിദൻ ഖലീലാ ലത്തഖൽതു അബാ ബക്രിൻ ഖലീലാ. ഞാൻ എങ്ങാനും ഒരു ആത്മമിത്രമായി ഒരാളെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അഥവാ ഒരാത്മമിത്രത്തെ ഞാൻ മാനവിക കുലത്തിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ അത്
അബൂബക്കറിന് സിദ്ദീഖ് ആകുമായിരുന്നു. പക്ഷേ വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹി, എന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖലീലാണ്. അഥവാ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഇന്റിമേറ്റ് ലവ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഡെപ്തിലുള്ള പ്രേമം ആരോടാണ്? ലോകത്തിന്റെ മുഴുവനും അധികാരിയായ അല്ലാഹുവിനോടാണ്. കാരണം അല്ലാഹു ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അവനെ അംഗീകരിച്ചാൽ തന്നെ ഈമാൻ സംവിധാനിക്കാൻ അല്ലാഹുവിനറിയാം. പക്ഷേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാതെ ഈമാൻ സമ്മതമാക്കിയിട്ടില്ല. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്ന അതേ ശക്തിയിലും അതേ ടോണിലും അതേ ആർജവത്തിലും ഒരാൾ പറയണം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആവർത്തിച്ച് അതേ ടോണിൽ തന്നെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നു, അവന്റെ ദൈവികത്വത്തെ സമ്മതിക്കുന്ന അതേ അളവിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ അംഗീകരിക്കണം. അല്ലാതെ ഈമാനാവുകയില്ല. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വിളിക്കുന്നത് അല്ലാഹുവാണ്. നിസ്കാരം അല്ലാഹുവിനുള്ള ആരാധനയാണ്. പക്ഷേ വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പേര് മാത്രം പോരാ, ഉടനെ വിളിക്കണം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറഞ്ഞാൽ ആളുകൾ നിസ്കരിക്കാൻ വരില്ലേ? വരും. പക്ഷേ അല്ലാഹുവിന്റെ വ്യവസ്ഥിതി എങ്ങനെയാണ്? ഞാൻ എവിടെ പറയപ്പെട്ടാലും അവിടെ എന്റെ ഹബീബും പറയപ്പെടണം എന്നത് അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിൽ നിന്ന് വിളിച്ച ഉടനെ അത്രയും പ്രാവശ്യം തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വിളിക്കണം. നിസ്കാരം അല്ലാഹുവിനുള്ള സംബോധനയാണ്. ആ നിസ്കാരത്തിൽ വെച്ച് നബിയെയും സംബോധന നടത്തണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. ഈ നിസ്കാരം ആർക്കുള്ളതാണ്? അല്ലാഹുവിനുള്ള നിസ്കാരമാണ്. ആരാധന അവന് മാത്രമുള്ളതാണ്. വേറെ ആർക്കും ആരാധന സമർപ്പിച്ചുകൂടാ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. പക്ഷേ അല്ലാഹുവിന് ആരാധനയായി നൽകുന്ന നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംബോധന നടത്തിയിരിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. ഓ നബിയായിട്ടുള്ളവരെ, അവിടുത്തെയുടെ മേൽ ഞങ്ങളിതാ മംഗളത്തിന്റെയും സ്വാഗതത്തിന്റെയും മനോഹരമായ സംബോധന അർപ്പിക്കുന്നു നബിയേ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അസ്സലാത്തു അലൈക എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഗുണരക്ഷകളെ പ്രാർത്ഥിക്കുന്ന സ്വലാത്ത്, അതൊരു ഇൻഡയറക്റ്റായ ബന്ധമാണ്. അഥവാ നിസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ എന്ന സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അത് മാത്രം പോരാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ഓ നബിയായിട്ടുള്ളവരെ തങ്ങൾക്ക് അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന നേരിട്ടുള്ള കോൺവെർസേഷൻ നടന്നിരിക്കണം. ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്നു, കൻസുൽ ഉമ്മാരിൽ ഉദ്ധരിക്കുന്നു, മഷ്കാത്തുൽ മസാബീഹിൽ എടുത്തുദ്ധരിക്കുന്നു, മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി.